ഇത് വിവാദമൊക്കെ ആവാൻ ചാൻസ് ഉണ്ടോ? വിവാദമൊക്കെ ആവാൻ ചാൻസ് ഉണ്ടോ? വിവാദങ്ങൾ ഉണ്ടാവട്ടെ. നല്ല പടം, അടിപൊളി പടം, സൂപ്പർ പടം. പ്രതിച്ഛായ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തേക്ക് ഒരു സാധനം ഉണ്ടായില്ലേ, എല്ലാവരും കാണണം. ഗംഭീരമാണ്, ഒരു സാധനം ഉണ്ട് അതില്, സൂപ്പറായിട്ട് ഗംഭീരമായിട്ടുണ്ട്. നിവിൻ പോളിയും ബാലേന്ദ്ര മേനോനും സബിത ചേച്ചി എല്ലാവരും, ഹരിശ്രീ ശോഭൻ ചേട്ടൻ എല്ലാവരും മത്സരിച്ച് അഭിനയിച്ചിരിക്കുന്നു. ബി ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ ഗംഭീര സിനിമ, ഗംഭീര സ്ക്രിപ്റ്റ്, നല്ല മേക്കിങ്, മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം. തീർച്ചയായും ഇതിൻ്റെ ഒരു ബാക്ക് ഗ്രൗണ്ട് എന്ന് പറയുന്നത് പൊളിറ്റിക്സ് തന്നെയാണ്. ഉമ്മൻചാണ്ടി സാറിൻ്റെയൊക്കെ ലൈഫായിട്ടൊക്കെ ചെറിയ സാമ്യങ്ങൾ തോന്നും, പക്ഷേ പൂർണ്ണമായും ഉമ്മൻചാണ്ടി സാറിൻ്റെയൊക്കെ ലൈഫായിട്ടൊക്കെ ചെറിയ സാമ്യങ്ങൾ തോന്നും, പക്ഷേ പൂർണ്ണമായും ഉമ്മൻചാണ്ടി സാറല്ല. അതിനകത്തേക്ക് പിന്നീട് നല്ലൊരു ഫിക്ഷൻ വരുന്നുണ്ട്. അത് പൊളിറ്റിക്കൽ എന്താ പറയുക ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ അത് ഗംഭീരമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. നമുക്ക് മനസ്സിലാവും, നമുക്ക് റിലേറ്റ് ചെയ്യും. സിനിമയുടെ ഒരു പൊളിറ്റിക്കൽ സ്ട്രെങ്ത്തും സിനിമയുടെ ഒരു ടോട്ടൽ സ്ട്രെങ്ത്തും ഒക്കെ നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. വളരെ എക്സൈറ്റഡ് ആണ്. അല്ല, നല്ല രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന നന്മയുടെ രാഷ്ട്രീയം, അത് എന്താണെന്നൊക്കെ തിരിച്ചറിയാനൊക്കെ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഉറപ്പായിട്ടും ആ രീതിയിൽ ഇലക്ഷനൊക്കെ വേണമെങ്കിൽ സ്വാധീനിക്കാം. ഓക്കെ, വിവാദങ്ങൾ ഉണ്ടാവട്ടെ. ഓക്കെ, താങ്ക് യു. റിയൽ സ്റ്റോറി ആയിട്ട് അവിടെ ഇവിടെയൊക്കെ കുറച്ച് കണക്ഷൻസ് മാത്രമേ ഉള്ളൂ. എല്ലാം റിയൽ സ്റ്റോറി ആയിട്ട് ബന്ധമില്ല, കുറേയൊക്കെ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. പക്ഷേ ചർച്ചയാവാൻ സാധ്യതയുണ്ട് സിനിമ. ഇത് ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിയിട്ട് ചർച്ചയാവും, വിവാദമാവാൻ സാധ്യതയുണ്ട് സിനിമ. ഇത് വിവാദമൊക്കെ ആവാൻ ചാൻസ് ഉണ്ടോ? വിവാദമൊക്കെ ആവാൻ ചാൻസ് ഉണ്ടോ? വിവാദമാക്കേണ്ട കാര്യമില്ല. ഒന്നാമത് ഇതൊരു സിനിമയാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ അറിയേണ്ടത് ഒരു സാധനത്തിനെ കുറിച്ച് വിവാദം ഉണ്ടാക്കുക. ഇത് ഫൈനൽ ചരിത്ര പുസ്തകമോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ തീരുമാനങ്ങളൊന്നും അല്ലല്ലോ. ഇത് ഒരു സിനിമ മേക്കിംഗ് ആണ്. അതിനെ നമുക്ക് വിമർശിക്കുകയോ സ്വീകരിക്കുകയോ ഒക്കെ ചെയ്യാം. വിമർശിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, മീഡിയ എന്നുള്ളത് അതിൻ്റെ ഒരു ഇതാണ്. പക്ഷേ പൊതുവിൽ എനിക്ക് തോന്നിയത് അതിന് ഒരു ആദ്യത്തെ കാഴ്ചയിൽ, ഇനി നമ്മൾ കുറച്ചും കൂടെ ആലോചിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ തോന്നുന്നത്, ആദ്യത്തെ ഒരു കാഴ്ചയിൽ വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇതാണ്. പൊളിറ്റിക്കൽ സ്ത്രീകളുടെ പ്രശ്നം, പൊളിറ്റിക്കൽ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ടെക്നോളജിയുടെ പ്രശ്നം, യൂത്തിൻ്റെ അത് ആ ഒരു രീതിയിൽ അതിൻ്റെ മേക്കിംഗ്. രാഷ്ട്രീയ സാഹചര്യം നിൽക്കുമ്പോൾ ഈ പടം എങ്ങനെയാണ് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടും? ഏതെങ്കിലും പാർട്ടിയെ പിന്തുണയ്ക്കുന്ന പോലെ അല്ല, അതാണ് ഞാൻ പറഞ്ഞത്, വളരെ ബാലൻസ്ഡ് ആയിട്ട് എടുത്തേക്കണം. ഏതെങ്കിലും ഒരു പാർട്ടി ഗുണമായിട്ടോ ഒരു പാർട്ടിയെ മോശമായിട്ടോ കാണിക്കുന്നില്ല. കാരണം അതിലൊരു ബാലൻസിങ് കാണിച്ചിട്ടുണ്ട്. പെർഫോമൻസ് എല്ലാവരും നന്നായിട്ടുണ്ട്. ബാലമേന്ദ്ര മേനോൻ നന്നായിട്ടുണ്ട്. നിവിൻ പോളി പിന്നെ നായകനാണ്. നായകന്മാർക്ക് പിന്നെ വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു സൂപ്പർ